ദൈവനാമം മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വീഡിയോ മെയിനായിട്ടും ഈ ലോകമെമ്പാടും ഉള്ള വ്യക്തികൾ യേശു എന്ന് വിളിക്കുന്നുണ്ട്. ആ യേശു എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ക്രിസ്ത്യാനികൾ അറിയേണ്ട ഒരു കാര്യമാണ്. ഇന്ന് ലോകമെമ്പാടും ഉള്ള ഒരൊറ്റ ക്രിസ്ത്യാനിക്ക് പോലും ഇന്ന് ഞാൻ എന്നിൽ കൂടെ ദൈവം സംസാരിക്കാൻ പോകുന്ന കാര്യം വെളിപ്പെട്ടിട്ടില്ല. അത് 100% സത്യമാണ്. എന്നെ പലരും വിമർശനമൊക്കെ ചെയ്യുന്നുണ്ട്. പാരമ്പര്യം ഒക്കെ വലിയ വലിയ ആൾക്കാർ, ക്രിസ്ത്യാനികൾ, ഞാൻ എന്തോ കള്ളക്കഥ കെട്ടിയുണ്ടാക്കുന്നു, അങ്ങനെയൊക്കെ ഓരോ ആൾക്കാർ പറയുന്നുണ്ട്. പക്ഷെ ഇവിടെ ബൈബിള് ഞാൻ കണ്ടിട്ടില്ല, ബൈബിള് വായിച്ചിട്ടില്ല. 100% കണ്ണിന് കാഴ്ചയില്ലാത്ത ഒരു വ്യക്തിയാണ്. അത് എന്നെക്കുറിച്ച് അറിയാവുന്ന എല്ലാവർക്കും അറിയാം. പക്ഷെ ഇന്ന് 10 പ്രാവശ്യം ഞങ്ങൾ ഫുൾ ബൈബിൾ വായിച്ചിട്ടുണ്ട്, 50 പ്രാവശ്യം ബൈബിൾ ഫുൾ വായിച്ചിട്ടുണ്ടെന്നൊക്കെ ഓരോരുത്തർ വലിയ വീരവാദങ്ങളൊക്കെ മുഴക്കുന്നുണ്ട്. എന്തിന്? ഈ പറഞ്ഞ സെമിനാരിയിൽ പോയി 14 വർഷം PhDയും തിയോളജിയും എടുത്ത ശുശ്രൂഷകരുണ്ട്. അതേപോലെ ബൈബിൾ കോളേജിൽ പോയി പഠിച്ച ശുശ്രൂഷകരുമുണ്ട്. പിന്നെ സാധാരണ വിശ്വാസികൾ. ഇവർക്ക് ആർക്കും തന്നെ വെളിപ്പെടാത്ത ഈ 2025 വർഷമായിട്ട് വെളിപ്പെടാത്തതാണ് ഇന്ന് ഈ കുരുടനിൽ കൂടെ ദൈവം നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. ആ പറയുന്ന റെഫറൻസ് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ ആ റെഫറൻസ് എഴുതിയെടുക്കുക. എന്നിട്ട് അത് ബൈബിളിൽ പരിശോധിക്കണം. ആദ്യം അത് പരിശോധിച്ചിട്ടേ എന്നെ നിങ്ങൾക്ക് വിമർശിക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഹെഡിങ് കണ്ടുകൊണ്ട് ഉടനെ ചാടിക്കേറി കമൻ്റ് എഴുതരുത്. ആ പറയുന്നത് സത്യമാണോ എന്ന് പരിശോധിക്കുക. ഓരോ ഉറപ്പും ഞാൻ 100% പറയാം. ഈ 2025 വർഷമായിട്ട് യേശു എന്ന് വിളിക്കുന്നുണ്ട്. ഈ യേശു എന്ന് പറയുന്ന പേരിൻ്റെ അവകാശി ആരാണെന്ന് ഇതുവരെ വെളിപ്പെട്ടിട്ടില്ല. ഇന്ന് എല്ലാവരും യേശു യേശു എന്ന് വിളിക്കുന്ന ആരെയാണ്? ഈ ക്രൂശീകരിക്കപ്പെട്ട പുത്രനെയാണ് യേശു എന്ന് വിളിക്കുന്നത്. പക്ഷേ ഈ ബൈബിളിൽ ക്ലിയറായിട്ട് ആ പുത്രൻ തന്നെ പറയുന്ന വാമൊഴിയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്നത്. ഇതൊന്നും ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കെട്ടുകഥകളോ ഒന്നുമല്ല. ഇന്ന് ലോകമെമ്പാടും ഉള്ള എല്ലാ ബൈബിളുകളിലും ഈ വാക്യം ഉണ്ട്. നിങ്ങളത് പരിശോധിക്കണം. അല്ലാതെ ഞങ്ങളേതോ വലിയ സംഭവമാണെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ഇന്ന് ക്രിസ്ത്യാനികളുടെ അവസ്ഥയെന്ന് പറഞ്ഞാൽ ഈ കിണറ്റിൽ കിടക്കുന്ന തവളയെ പോലെയാണ്. കാരണം കിണറ്റിൻ്റെ അകത്ത് കിടക്കുന്ന തവളയ്ക്ക് അതാണ് ലോകം. കാരണം ആ കിണറ്റിൻ്റെ അകത്ത് ചുറ്റി തവള വരിക. അപ്പം അതിൻ്റെ ലോകം അത്രയേ ഉള്ളൂ. അതുപോലെയാണ് ഇന്നത്തെ ക്രിസ്ത്യാനികളുടെ അവസ്ഥ. ഇതിന് പുറത്തും ഒരു ലോകമുണ്ട്, ഇതിന് പുറത്തും ചില സത്യങ്ങളുണ്ട് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. അല്ലാതെ ഞങ്ങളുടെ ശുശ്രൂഷകന്മാർ ഇതാണ് പഠിപ്പിച്ചത്, അതാണ് ശരി എന്ന് പറഞ്ഞാൽ യാതൊരു രക്ഷയും ഇല്ല. അതായത് ഈ യേശു എന്ന് വിളിക്കുന്നത് ആരുടെ പേരാന്ന് പോലും അറിയാത്ത അവസ്ഥയാണ് ഇന്നത്തെ ക്രിസ്ത്യാനികൾക്ക്. അത് 1-2 വർഷമല്ല, 2025 വർഷമായിട്ട് അറിയത്തില്ല. ഇനി ഞാൻ ആ പറയുന്ന കാര്യങ്ങൾ നോട്ട് ചെയ്യണം. അത് നോട്ട് ചെയ്തിട്ട് പരിശോധിക്കണം. ഇവിടെ യേശു, ഞാൻ ആ പറയുന്ന സുവിശേഷം ഇതാണ്, യോഹന്നാൻ എഴുതിയ സുവിശേഷം. അതിൽ പലയിടങ്ങളിൽ യേശു തൻ്റെ ശിഷ്യന്മാരോട് പറയുന്ന വാമൊഴിയുണ്ട്. എന്താ പറയുന്നേ? നിങ്ങൾ ഇതുവരെ എൻ്റെ നാമത്തിൽ ഒന്നും ചോദിച്ചിട്ടില്ല, ഇനി നിങ്ങൾ ചോദിക്കും. ഞാൻ ഈ ഭൂമി വിട്ടു പോവുകയാണ്. ഞാൻ പോയി കഴിയുമ്പോൾ നിങ്ങൾ എൻ്റെ നാമത്തിൽ ചോദിക്കും.
നിങ്ങൾ എൻ്റെ നാമത്തിൽ ചോദിക്കുന്നതൊക്കെയും പിതാവ് നിങ്ങൾക്ക് ഉത്തരം അരുളും. അപ്പോ ഈ ശിഷ്യന്മാരുടെ കൂടെ ജീവിച്ച കാലഘട്ടങ്ങളിലെല്ലാം എൻ്റെ നാമം എന്ന് ഇദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ ഇദ്ദേഹം തന്നെ, അതായത് പുത്രൻ തന്നെ അവസാന സമയം എന്ന് പറഞ്ഞാൽ അവസാനത്തെ ശിഷ്യന്മാരുടെ കൂടെ അവസാനമായിട്ട് അത്താഴമൊക്കെ കഴിച്ചതിന് ശേഷം, അപ്പോൾ എടുത്ത് വാഴ്ത്തി നുറുക്കി ഒക്കെ കൊടുത്തതിന് ശേഷം, അങ്ങനെ തന്നെ പാനപാത്രം എടുത്ത് വാഴ്ത്തി കൊടുത്തതിന് ശേഷം അതെല്ലാം കഴിഞ്ഞ് അവർ ഒലിവുമലയ്ക്ക് പോകുന്നുണ്ട്. അവിടെ ഗെത്സമനിയ തോട്ടം. ആ തോട്ടത്തിൽ യേശു പിതാവിനോട് സംസാരിക്കുന്ന രംഗമുണ്ട്. അപ്പൊ അവിടെ ശിഷ്യന്മാര് ആരും അടുക്കലില്ല, തനിയെ പോയിരുന്നാണ് പ്രാർത്ഥിക്കുന്നത്. ആ സംസാരം പിതാവിനോട് സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഈ പറയുന്ന പടയാളികൾ വന്ന് യേശുവിനെ പിടിക്കുന്നതും ക്രൂശിക്കുന്നതും. അപ്പൊ അവസാന സമയത്ത് ഈ യേശു എന്ന പേരിന്റെ ഉടമസ്ഥൻ ആരാണെന്ന് ഇദ്ദേഹം വെളിപ്പെടുത്തുക. അതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. ആ റെഫറൻസ് ഞാൻ പറയാം. നിങ്ങൾ അത് എഴുതി എടുത്തിട്ട് അത് വായിച്ചിട്ടേ നിങ്ങൾ എനിക്ക് കമന്റ് ചെയ്യാവൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാൻ ഒരു അർഹതയും ഇല്ല. എന്നെ നിങ്ങൾ കുറ്റം വിധിക്കാൻ നിങ്ങൾക്ക് പറഞ്ഞോ, വിമർശനങ്ങൾ ആവശ്യമാണ്. പക്ഷേ ബൈബിളിൽ കിടക്കുന്ന കാര്യങ്ങൾ പോലും ക്രിസ്ത്യാനികൾക്ക് ഇന്ന് ഇത് വിശുദ്ധ ഗ്രന്ഥമാണെന്നും പറഞ്ഞു കൊണ്ട് നടക്കുന്ന ക്രിസ്ത്യാനികൾ അതിൽ കിടക്കുന്ന ഒരു കാര്യം പോലും അംഗീകരിക്കത്തില്ല. ഞങ്ങളുടെ സഭ ഇതാണ് പഠിപ്പിച്ചത്. സഭയല്ല പഠിപ്പിച്ചത്, സഭ ക്രിസ്തുവാണ്. ക്രിസ്തു സഭയുടെ തലയാണ്, ക്രിസ്തു ശരീരമാണ് സഭ. ആ സഭ ഒരിക്കലും പഠിപ്പിച്ചിട്ടില്ല. സഭയുടെ ഉള്ളിലുള്ള ശുശ്രൂഷകരാണ് എല്ലാം വ്യാജമാക്കി തീർത്തത്. അപ്പൊ ഞങ്ങളുടെ ശുശ്രൂഷകർ പറഞ്ഞത് ഇതാണ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ ആരെ കൊണ്ട് രക്ഷിക്കാൻ പറ്റത്തില്ല. ഇന്ന് ക്രിസ്ത്യാനികളുടെ വീട്ടിൽ പണമുണ്ട്. ഞാൻ ഈ പറഞ്ഞല്ലോ, ഈ 11 വർഷക്കാലമായിട്ട് രാജ്യമെമ്പാടും ശുശ്രൂഷയ്ക്ക് ഞാൻ പോകുന്നുണ്ട്. എൻ്റെ ശുശ്രൂഷ ഓരോ ഭവനങ്ങളിൽ ചെന്നുള്ള പ്രാർത്ഥനയാണ്. ഓരോ ഭവനങ്ങളിൽ ഞാൻ പോയി പ്രാർത്ഥിക്കുമ്പോൾ കോടികൾ പണമുണ്ട്, പക്ഷെ ഒറ്റ സമാധാനം വീട്ടിലില്ല. ഇതാണ് ഇന്നത്തെ ക്രിസ്ത്യാനികളുടെ അവസ്ഥ. അതിന് കാരണം എന്താ? സത്യം എന്തെന്ന് അറിഞ്ഞിട്ടില്ല. ഏതവനോ പഠിപ്പിച്ചു, അതിൻ്റെ പിന്നാലെ അങ്ങ് പോയി. അപ്പൊ ഇന്ന് ആ മർമ്മം ഇന്ന് നിങ്ങൾക്ക് ദൈവം തരികയാണ്. ഞാൻ ആ പറയുന്ന റെഫറൻസ് നോട്ട് ചെയ്യുക. അവസാനത്തെ രംഗമാണ് യേശു തോട്ടത്തിൽ വെച്ച് പിതാവിനോട് സംസാരിക്കുന്ന രംഗം. ആ റെഫറൻസ് എഴുതിയെടുക്കുക. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 12 വരെ വായിക്കണം. ഞാൻ വീണ്ടും പറയാം. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 12 വരെ വായിക്കുമ്പോൾ ഈ പുത്രൻ അവിടെ പറയുന്നുണ്ട്, പിതാവേ, നീ എന്നിൽ ഏൽപ്പിച്ച ജോലി തീർന്നിരിക്കുന്നു. എന്തിന് ഞാൻ ഭൂമിയിൽ വന്നോ ആ ദൗത്യം കഴിഞ്ഞു. വീണ്ടും ഞാൻ നിന്റെ അടുക്കിലേക്ക് വരികയാണ്. എന്നിട്ട് പറഞ്ഞ് താഴെ വരുമ്പോൾ നീ എനിക്ക് നൽകിയ, അതായത് പിതാവിനെയാണ് പറയുന്നത്, നീ എനിക്ക് നൽകിയ അവർക്ക് നിന്റെ നാമം ഞാൻ വെളിപ്പെടുത്തിയിരിക്കുന്നു. നാമം എന്ന് പറഞ്ഞാൽ പേരാണ്. എന്നിട്ട് വീണ്ടും താഴോട്ട് വരുമ്പോൾ 12-ാം വാക്യത്തിൽ വരുമ്പോൾ അവിടെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, അങ്ങ് എനിക്ക് നൽകിയ അങ്ങയുടെ നാമത്തിൽ ഇതുവരെ ഞാൻ ഭൂമിയിൽ അവരെ കാത്തുകൊണ്ടിരുന്നു. ഇനി ഞാൻ ഭൂമിയിലില്ല, ഞാൻ നിന്റെ അടുക്കൽ വരിക. ഇനിയും ആ നാമത്തിൽ അവർ നിന്നെ വിളിക്കുമ്പോൾ അവരെ ഇനിയും നീ കാത്തുകൊള്ളണമേ. അതായത് യോഹന്നാൻ 17-ന്റെ 1 മുതൽ വായിക്കുമ്പോൾ താഴോട്ട് 12 വരെ വായിക്കണം. ആ 12-ാം വാക്യത്തിലാണ് ഈ പുത്രൻ പറയുന്നത്, അങ്ങ് എനിക്ക് നൽകിയ അങ്ങയുടെ നാമത്തിൽ ഇതുവരെ ഞാൻ അവരെ കാത്തുകൊണ്ടിരുന്നു, ഇനിയും നീ അവരെ കാത്തുകൊള്ളണമേ. ഇതാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ പലയിടത്തിലും യേശു പറഞ്ഞത്. ഇതുവരെ നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നും ചോദിച്ചിട്ടില്ല, ഞാൻ ഇവിടെ നിന്ന് പോവുകയാണ്. പോയി കഴിയുമ്പോൾ നിങ്ങൾ ഈ നാമത്തിൽ, എൻ്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ പിതാവ് നിങ്ങൾക്ക് തരും. അപ്പോ ഈ യേശു എന്ന് പറയുന്ന ഈ നാമത്തിൻ്റെ അവകാശി ആരാണ്? അതാണ്
പിതാവ്. ആ പിതാവിൻ്റെ പേരാണ് യേശു. ഇതുപോലും ഇന്നത്തെ പാരമ്പര്യം പറയുന്ന ക്രിസ്ത്യാനികൾക്ക് അറിയത്തില്ല. എന്നിട്ടാണ് എന്നെ വിമർശിക്കാൻ വരുന്നത്. ഇതുപോലെ ഒരു സത്യങ്ങളും ഈ ക്രിസ്ത്യാനികൾ അറിഞ്ഞിട്ടില്ല. ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ എന്ന് പറഞ്ഞ് ഇവിടെ പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ ആ പ്രാർത്ഥന ആരെന്ന് വിചാരിച്ചായി ചൊല്ലുന്നേ? ഇന്ന് എല്ലാവരും ലോകമെമ്പാടുമുള്ള ക്രിസ്ത്യാനികളുടെ ധാരണ ഈ ക്രൂശീകരിക്കപ്പെട്ട വ്യക്തിയുടെ പേരാണ് യേശു. അദ്ദേഹം തന്നെ ക്ലിയറായിട്ട് പറയുകയാണ്, ഈ പേര് എൻ്റേതല്ല. അതായത് ഗബ്രിയേൽ ദൂതൻ മറിയയുടെ അടുക്കൽ വന്ന് പറയുന്ന രംഗമുണ്ട്. ആ റെഫറൻസ് ഞാൻ പറയാൻ നോട്ട് ചെയ്യുക. ലൂക്ക എഴുതിയ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 28 മുതൽ വായിക്കുമ്പോൾ ദൂതൻ വന്ന് മറിയടുക്ക പറയുകയാണ്, ഇന്നതുപോലെ നീ ഗർഭം ധരിക്കും, അവന് നീ യേശു എന്ന് പേരിടണം. അപ്പോൾ ഈ യേശു എന്ന് പറയുന്ന പേർ പിതാവിൻ്റെയാണ്. ആ പിതാവ് പറഞ്ഞത് പ്രകാരമാണ് ഇവിടെ ആ ദൂതൻ വന്ന് പറയുന്നത്. ഇവിടെ ആ യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 1 മുതൽ 12 വരെ നമ്മൾ പരിശോധിക്കുമ്പോൾ അവിടെ ഈ പുത്രൻ തന്നെ പറയുന്നുണ്ട്, എല്ലാം അങ്ങയുടേതാണ്, ഈ വചനം പോലും അങ്ങയുടേതാണ്, ഒന്നും എൻ്റേതല്ല എന്ന് പറഞ്ഞാൽ ഈ പുത്രന് ഭൂമിയിൽ ഒന്നും തന്നെ അവകാശപ്പെടാൻ സ്വന്തമായിട്ടില്ല. ഊരോ പേരോ അഡ്രസ്സോ ഒന്നും തന്നെ ഇല്ല. അദ്ദേഹത്തെ ഒരു ജോലി ഏൽപ്പിച്ചു. ആ ജോലി ചെയ്യാൻ വന്ന്, അതായത് പുത്രൻ ഭൂമിയിൽ വന്ന് ഇങ്ങനെ ഒരാൾ, പിതാവെന്ന് പറയുന്ന ഒരു ദൈവമുണ്ട് എന്ന് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഇന്ന് ആരും അറിയത്തില്ല. അതായിരുന്നു ദൗത്യം. അതാണ് അവിടെ യേശു പറയുന്നത്, അങ്ങയുടെ നാമം അങ്ങ് എനിക്ക് നൽകിയ അവർക്ക് അങ്ങയുടെ നാമം ഞാൻ വെളിപ്പെടുത്തിയിരിക്കുന്നു. അപ്പോ ഈ ക്രൂശീകരിക്കപ്പെട്ട വ്യക്തിയുടെ പേരല്ല ഇത്, പിതാവിൻ്റെ പേരാണ് ഈ യേശു എന്നുള്ളത്. ഇത് അവസാന സമയത്ത് ഇദ്ദേഹം വെളിപ്പെടുത്തിയാണ്. ഇന്നത്തെ ക്രിസ്ത്യാനികളുടെ അവസ്ഥ എന്താ? യേശു യേശു എന്നും പറഞ്ഞ് വിളിച്ചു കരഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്. അത് ആരോടാ പ്രാർത്ഥിക്കുന്നത്? ഈ ഈ ക്രൂശിൽ തൂങ്ങി മരിച്ച വ്യക്തിയാണ് ഈ പേരിൻ്റെ ഉടമ എന്ന് പറഞ്ഞാ പ്രാർത്ഥിക്കുന്നത്. എന്നാൽ 14 വർഷം സെമിനാരിയിലും ബൈബിൾ കോളേജിലും ഒക്കെ ചെന്ന് പഠിച്ചവർക്ക് പോലും ഇത് വെളിപ്പെട്ടിട്ടില്ല. എന്തിന്? വലിയ പറയുന്ന പിതാക്കന്മാരെന്ന് പറയുന്നുണ്ട്, അവർക്ക് പോലും ഇത് വെളിപ്പെട്ടിട്ടില്ല. ഇതാണ് ഈ കുരുടന്റെ ദൗത്യം. നിങ്ങൾ കാണാത്തത് ഞാൻ കാണും. അതായത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 42-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യം ഒന്നുകൂടെ പറയാം. യെശയ്യാവിൻ്റെ 42-ന്റെ 16 അതൊന്ന് നിങ്ങൾ വായിക്കണം. അവിടെ യഹോവ പറയുകയാണ്, കുരുടനെ അവൻ നടക്കാത്ത വഴികളിൽ കൂടെ ഞാൻ അവനെ നടത്തും, അവൻ്റെ മുന്നിലുള്ള ഇരുട്ടുകൾ ഞാൻ വെളിച്ചമാക്കും, അവൻ്റെ കൂടെ എപ്പോഴും ഞാൻ ആയിരിക്കും. ഞാൻ കുരുടനാണ്, ഞാനിതൊന്നും കണ്ടിട്ടില്ല, ഇതുവരെ എനിക്ക് പരിചയമില്ലാത്ത വഴികളാണിത്, എന്നെ നടത്തുകയാണ്, എൻ്റെ മുന്നിലുള്ള അന്ധകാരത്തെ വെളിച്ചമാക്കി. ഇതാണ് സത്യം. അപ്പം ഇത് നിങ്ങൾ മനസ്സിലാക്കുക, അല്ലാതെ ചുമ്മാ കിടന്ന് വിമർശിക്കരുത്. ഇവിടെ യേശു പറയുന്നുണ്ടല്ലോ, ഇപ്പം ഞാൻ ഈ പറഞ്ഞ റെഫറൻസിൽ തന്നെ യോഹന്നാൻ 17-ന്റെ 1 മുതൽ 12 വരെ വായിക്കുമ്പോൾ അവിടെ തന്നെ യേശു പറയുകയാണ്, ദൈവം ഒരുവനേ ഉള്ളൂ, ദൈവം ഒരുവനേ ഉള്ളൂ. ക്ലിയറായിട്ട് പറയുകയാണ്. ഇത് തന്നെയാണ് ഞാൻ അന്ന് ആ കരൂറാർ എന്ന് പറയുന്ന സിദ്ധനെ കുറിച്ച് ഇട്ടപ്പോഴും ആ കരൂറാർ പറയുന്ന പാട്ടുകളിൽ, കരൂറാർ എഴുതിയ പാട്ടുകളിൽ അദ്ദേഹവും പറയുന്നത് ഇത് തന്നെയാണ്, ദൈവം ഏകനാണ്, ഒരുവനേ ഉള്ളൂ, 3 4 ഒന്നും ഇല്ല. അപ്പൊ ഇത് നിങ്ങൾ മനസ്സിലാക്കുക. ഇവിടെ ഇനി ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ എന്നെക്കുറിച്ച് കുറെ കമന്റുകൾ വന്നു. ഋഗ്വേദം ഈ പറയുന്ന പോലെ ഈ സിദ്ധന്മാരൊക്കെ ജീവിച്ചത് യേശുവിന് ശേഷമാണ്, 4-ാം നൂറ്റാണ്ടിലാണ്. അത് പൊട്ടത്തരമാണ് ഈ പറയുന്നത്. കാരണം ഈ പറയുന്ന ബോഗർ ജീവിച്ച കാലഘട്ടം ഏതാണ്? അതായത് പഴനിയിലുള്ള ആ മുരുകൻ പ്രതിമ ദണ്ഡായുധപാണി എന്ന് പറയും. അതായത് നവപാഷാണത്തിൽ നിർമ്മിച്ച ആ ദണ്ഡായുധപാണിയുടെ ശില, അത് ബോഗർ
ഉണ്ടാക്കിയത് 2000 വർഷങ്ങൾക്ക് മുന്നെയാണ്. യേശുവൊക്കെ ജീവിക്കുന്നതിന് മുന്നെയാണ്. ഇതാദ്യം മനസ്സിലാക്കുക. അതുപോലെ തന്നെ സിദ്ധന്മാരുടെ ഗുരു എന്ന് പറയുന്ന അഗസ്ത്യർ ജീവിച്ച കാലഘട്ടം യേശുവിന് 1000 വർഷം മുന്നെയാണ്. ഈ ഋതുവേദം, ആ വേദത്തിൽ തന്നെ അഗസ്ത്യർ എഴുതിയ ശ്ലോകങ്ങൾ ചേർക്കപ്പെട്ടിട്ടുണ്ട്. ഇതൊന്നും അറിയാതെ ചുമ്മാ പൊട്ടത്തരം വിമർശിക്കരുത്. ആദ്യം എല്ലാം സൂക്ഷ്മമായി പരിശോധിക്കുക. ചുമ്മാ ഈ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഞങ്ങൾ 10 വട്ടം അല്ല 50 വട്ടം ബൈബിള് ഫുള്ള് വായിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ പോലെ ചുമ്മാ അവരവർ എഴുതിയ ഓരോരുത്തരും എഴുതിയ ഗ്രന്ഥങ്ങൾ വായിച്ചതുകൊണ്ട് കാര്യമില്ല. അത് ഗ്രഹിക്കണം. അതിലെന്താണ് പറയുന്നത് അത് ഗ്രഹിച്ചിട്ട് വേണം ഉത്തരം തരാൻ. അപ്പൊ ഇവിടെ ഇനി എനിക്ക് പറയാനുള്ളത്, ഞാൻ ഈ പറഞ്ഞ റെഫറൻസുകൾ നിങ്ങൾ ക്ലിയർ ആയിട്ട് പരിശോധിക്കുക. യേശു എന്ന് പറയുന്നത് ആരാണ്? അതായത് പുത്രൻ നമ്മൾ യേശു എന്ന് വിളിക്കപ്പെടുന്നു. അതായത് ക്രിസ്ത്യാനികൾ യേശു എന്ന് വിളിക്കുന്നു. ആ പേര് എൻ്റേതല്ല എന്ന് അദ്ദേഹം തന്നെ ക്ലിയർ ആയിട്ട് വെളിപ്പെടുത്തുന്ന രംഗങ്ങളാണ് ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ അതുപോലെ തന്നെ ഇന്നലെ ഞാനിട്ട വീഡിയോ, അതായത് കാലഭൈരവനെയും യേശുവിനെയും കുറിച്ച്, അപ്പോൾ അതിൽ പറയാൻ പറ്റാതെ പോയ ചില കാര്യങ്ങളുണ്ട്. അത് ഞാൻ പറയാം. നമ്മുടെ പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ 1 മുതൽ വായിക്കുമ്പോൾ അന്യദേവന്മാരെ ആരാധിക്കരുത് എന്നൊരു വാക്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ആ താഴെ അവർ കാളക്കുട്ടിയെ ഉണ്ടാക്കി ആരാധിക്കുന്നുണ്ട്. അതാണ് പറഞ്ഞത്. അത് ശരിക്കും പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം, ശിവൻ എന്ന് പറയുന്നത് പരബ്രഹ്മമാണ്. അത് ഇന്ന് ശിവൻ എന്ന് പറയുന്ന കാലഭൈരവനാണ്. അപ്പോൾ ഇന്ന് ഈ ഇന്ത്യയിലുള്ള എല്ലാ ശിവക്ഷേത്രങ്ങളിലും, അതായത് ഈ കാലഭൈരവന്റെ ക്ഷേത്രങ്ങളിൽ നന്ദി വെച്ചിട്ടുണ്ട്. കാളക്കുട്ടീനെയാണ് ഹിന്ദുക്കളിൽ നന്ദി എന്ന് പറയും. അപ്പോൾ ആ നന്ദി എന്ന് പറയുന്ന കാളക്കുട്ടിയാണ് അന്ന് ഈജിപ്തിൽ അവർ ദൈവമായിട്ട് ആരാധിച്ചു കൊണ്ടിരുന്നത്. അപ്പം ഈ ഈജിപ്തിൽ 430 വർഷം കിടന്നവരും അതിനെ തന്നെയായിരുന്നു ആരാധിച്ചിരുന്നത്. അങ്ങനെയാണ് മോശ കൂട്ടിക്കൊണ്ട് വരുമ്പോഴും ആ പറയുന്ന കാളക്കുട്ടിയെ ദൈവമായിട്ട് ആരാധിച്ചത്. അങ്ങനെയാണ് ദൈവം പറയുന്നത്, ഇതൊന്നും ദൈവമല്ല, ഞാനാണ് ദൈവം. അതായത് ഞാനാണ് നിങ്ങളെ സൃഷ്ടിച്ചത്. സൃഷ്ടിയെ മറന്നിട്ട് അല്ല, സൃഷ്ടാവിനെ മറന്നിട്ട് സൃഷ്ടിയെ നിങ്ങൾ ആരാധിക്കുകയാണ്. അപ്പം ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. എന്തിനു പറയുന്നത്? ഗോത്രപിതാവെന്ന് പറയുന്ന, അതായത് അബ്രഹാം, ഈ പറയുന്ന ഇസഹാക്കിന്റെ അപ്പൻ ഇസഹാക്കിന്റെ അപ്പൻ ആരാണ്? ഈ പറയുന്ന പോലെ അബ്രഹാം. ഈ അബ്രഹാം പോലും വിഗ്രഹങ്ങളെ ആരാധിച്ചു കൊണ്ടിരുന്ന വ്യക്തിയാണ്. എന്തിനീ പറയുന്നത്? ശിവലിംഗത്തെ വരെ ആരാധിച്ചു കൊണ്ടിരുന്ന വ്യക്തിയാണ്. അത് ക്ലിയർ ആയിട്ട് ഈ പറയുന്ന അബ്രഹാമിന്റെ അപ്പൻ തേരകിന് മുന്നിലുള്ള പുറകോട്ടുള്ളവർ ഇവരെല്ലാം വിഗ്രഹങ്ങളെ ആരാധിച്ചവരാണ്. ഇത് ഞാൻ പറയുന്ന വാക്കല്ല. ജോഷുവയുടെ പുസ്തകം നിങ്ങൾ എടുക്കണം, ആ റെഫറൻസ് നിങ്ങൾ പരിശോധിക്കണം. ഒന്ന് ആ പറയുന്ന റെഫറൻസ് എഴുതിയെടുക്കുക. ജോഷുവയുടെ പുസ്തകം 42-ാം അധ്യായം, അതിൻ്റെ 1 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട്, ജോഷുവ ഈ കനാൻ ദേശത്ത് ഈ ഈജിപ്തിൽ നിന്നുള്ള ജനത്തെ കൊണ്ടുവന്നതിന് ശേഷം അവിടെ പറയുന്നുണ്ട്, നമ്മുടെ പിതാക്കന്മാരായ അബ്രഹാം, തേരക് ഇവരെല്ലാം നദിക്കക്കരെ അന്യദേവന്മാരെ ആരാധിച്ചവരാണ് എന്ന് ക്ലിയറായിട്ട് പറയുന്നുണ്ട്. അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ ഈ പറയുന്ന പോലെ യേശു പൊട്ടിമുളച്ചതല്ല. യേശു എന്ന് പറയുന്ന പുത്രൻ പൊട്ടിമുളച്ചതല്ല. അതേപോലെ തന്നെ ഒരു സുപ്രഭാതത്തിൽ പൊട്ടിമുളച്ചതല്ല പിതാവ്. ഇതൊക്കെ ആദ്യ നാൾ മുതലേ ഉണ്ട്. ഇനി ഈ ബൈബിളിന്റെ ഈ മൊത്തം ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള ബൈബിളിന്റെ മൊത്തം ആയുസ് എത്ര കാലഘട്ടമാണെന്നുള്ളത് ഇനി വരുന്ന വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് പറയാം. അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഉൽപ്പത്തി എന്ന് പറയുന്ന ആദാം മുതൽ വെളിപാട് വരെയുള്ള പുസ്തകത്തിന്റെ ആയുസ് എത്ര കാലമാണെന്നുള്ളത്. അതിനു മുന്നേ ഇവിടെ എല്ലാം ഉണ്ട്. അപ്പൊ ഇതെല്ലാം സൃഷ്ടിച്ച ആരാണ്? അതിനെക്കുറിച്ചുള്ള ഫുൾ എവിഡൻസുകൾ ഞാൻ നിങ്ങൾക്ക് തരാം. അതുപോലെ തന്നെ ഈ ബൈബിളിൽ ഇന്ന് യഹൂദന്മാർ കൊണ്ടു നടക്കുന്ന തോറ,
ഇന്നല്ല, യേശു ജനിക്കുന്നതിന് മുമ്പ് മുതലേ യഹൂദന്മാർ കൊണ്ട് നടക്കുന്ന തോറ എന്ന് പറയുന്നത് മോശ എഴുതിയതല്ല. അത് വ്യാജമാണ്. മോശ എഴുതിയ തോറയൊക്കെ നശിപ്പിക്കപ്പെട്ടു. അതിന്റെ ഫുൾ തെളിവുകൾ ബൈബിളിൽ തന്നെയുണ്ട്. അതൊക്കെ ഞാൻ നിങ്ങൾക്ക് തരാം. ഇനി ഈ ബൈബിളിൽ എവിടെല്ലാം വ്യാജം കടന്നുകൂടി, 80% ഈ ബൈബിളിൽ വ്യാജങ്ങൾ കടന്നുകൂടിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് എല്ലാ എവിഡൻസും ഞാൻ നിങ്ങൾക്ക് ഈ ബൈബിളിൽ നിന്ന് തന്നെ ഞാൻ നിങ്ങൾക്ക് തരാം. അതെല്ലാം നിങ്ങൾ പരിശോധിക്കുക. വീണ്ടും ഒരിക്കൽ കൂടെ ഞാൻ പറയുന്നു, ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഈ പേരിന്റെ, യേശു എന്ന പേരിന്റെ ഉടമസ്ഥൻ പുത്രനല്ല, പിതാവാണ്. ഇത് ആദ്യം ക്രിസ്ത്യാനികൾ മനസ്സിലാക്കുക. ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ ഇനി വരാൻ പോകുന്ന വലിയ വലിയ കാര്യങ്ങളാണ്. ഇത്രയും ദിവസം നിങ്ങൾ കണ്ടത് വെറും ഒരു ട്രെയിലർ മാത്രമാണ്. ഇനിയാണ് മെയിൻ പിക്ചർ വരാൻ പോകുന്നത്. നിങ്ങളത് മനസ്സിലാക്കുക. എല്ലാവരെയും ദൈവം സമൃദ്ധിയോടെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.